പല കാര്യങ്ങൾക്കായി ഇറങ്ങി പോകുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളോടൊത്ത് വരണമേ, ഞങ്ങളെ ഒറ്റയ്ക്കാക്കരുത് എന്ന് പറയണം. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടൊത്ത് വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്നില്ലെങ്കിൽ അങ്ങ് ഞങ്ങളിൽ സംപ്രീതനാണെന്ന് എങ്ങനെ അറിയും? ദൈവവചനം കേൾക്കുന്ന നമ്മളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത് ദൈവം സംപ്രീതനാണ്. ദൈവം സംപ്രീതനാണ്. സ്വർഗം സന്തോഷിക്കുന്നു. അതിൻ്റെ ഉത്തരമാണ് ദൈവം നമ്മളോടൊത്ത് സഞ്ചരിക്കും. നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ, പരാജയങ്ങൾ സകലതും നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. കാരണം നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിനകത്താണ് ഞാൻ നിങ്ങളുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. എന്തോ ഒരു പ്രത്യേകത. നമ്മൾ പറയില്ലേ, എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവിടെ, എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ വ്യക്തിക്ക്, എന്തോ ഒരു ഐശ്വര്യമുണ്ട് ആ വീടിന്. എന്തെന്നറിയോ ആ പ്രത്യേകത? ദൈവം കൂടെ നിൽക്കുന്നതാണ് ആ പ്രത്യേകത. ദൈവം ഒപ്പം നിൽക്കുന്നതാണ് ആ പ്രത്യേകത. അല്ല ആ വ്യക്തിയുടെ കഴിവിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ തലയെടുപ്പിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ ഒന്നും പ്രത്യേകതയല്ല. ദൈവം കൂടെ നിൽക്കുന്നൊരു പ്രത്യേകതയാണ്. ചില വ്യക്തികളെ കാണുമ്പോൾ പറയില്ലേ, ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകും പറയില്ലേ, എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവിടെ, എന്തോ അവിടെ ചെല്ലുമ്പോൾ ഒരു ആശ്വാസമാണ്. അവിടെ ഞാൻ ഒത്തിരി പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ആലയത്തിൽ വരുമ്പോൾ കാര്യം ഒരു കുഞ്ഞു സ്ഥലമാണെങ്കിലും, കാര്യം ഒരു ചെറിയ സ്ഥലമാണെങ്കിലും, അധികം വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുമ്പോൾ ഒരു ബലമാണ്, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യാശയാണ്. അതിൻ്റെ അർത്ഥം ദൈവമുള്ള സ്ഥലം, ദൈവ സാന്നിധ്യമുള്ള സ്ഥലം മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ദൈവം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വാഹനമാകട്ടെ, താമസിക്കുന്ന വീടാകട്ടെ, എല്ലാത്തിനും എന്തോ ഒരു വ്യത്യസ്തമായിരിക്കും. അനുഗ്രഹമുള്ളൊരു വ്യത്യാസം അതിനകത്തുണ്ടാവും. അത് നിങ്ങളിലുണ്ടാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ടാകട്ടെ, നിങ്ങളുടെ വീടുകളിലുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുവാണ്, ദൈവം കൂടെ നിൽക്കും. അടുത്ത വാക്യം പറയുവാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരും. നീ ആവശ്യപ്പെട്ട കാര്യം. നിയോഗ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ 3 ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ട്. നിയോഗത്തെ ആ വചനത്തോട് ചേർത്ത്, ആ നിയോഗത്തോട് ചേർത്ത്, നീ ആവശ്യപ്പെട്ട കാര്യം ഞാൻ നിനക്ക് ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ദൈവവചനം കേൾക്കുന്ന എന്നെ ഓർത്ത്, നിങ്ങളെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുക. അതിന് വേറൊരു സംശയം വേണ്ട. ദൈവത്തിൻ്റെ പ്രീതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ദൈവം തന്നിരിക്കും.